പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് 10 പോളിനോമിയൽ എന്ന് പറയുന്ന അധ്യായത്തിൽ 3-4 ചോദ്യങ്ങളാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഈ തന്നിരിക്കുന്നതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ ഗുണിതങ്ങൾ ആയിട്ട് ഇടണം, പ്രോഡക്റ്റായിട്ട് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 9 കണ്ടോ, ഈ 9 കണ്ടല്ലോ, 9 കിട്ടുക എന്നൊക്കെ മൈനസ് ചിഹ്നം തൽക്കാലം വിട്ടേക്കുക. നമുക്ക് മൈനസ് ചിഹ്നം വരിട്ട് 9 എന്ന് പറയുന്ന നമ്പറുകൾ മാത്രം നോക്കാം. 9 കിട്ടുവാനായിട്ട് 8 + 1, 8 + 1 9 അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? 7 + 2 9 അല്ലേ? ആണ്. 6 + 3 9 അല്ലേ? 5 + 4 9 അല്ലേ? അപ്പോൾ ഇത്രയും സാധ്യതകൾ നമുക്കുണ്ട്. 9 എന്ന സംഖ്യ കിട്ടുവാനായിട്ട് 8ൻ്റെ കൂടെ 1 കൂട്ടുക, അല്ലെങ്കിൽ 7ൻ്റെ കൂടെ 2 കൂട്ടുക, 6ൻ്റെ കൂടെ 3 കൂട്ടുക, 5ൻ്റെ കൂടെ 4 കൂട്ടുക. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 18 നോക്കുക. ഈ 18 ഗുണിതങ്ങളായിട്ട് പ്രോഡക്റ്റായിട്ട് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് 18 വരുമോ എന്ന് നോക്കാം. 8നെ 1 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുമോ? ഇല്ല. 7നെ 2 കൊണ്ട് ഗുണിച്ചാൽ 7 2 14 അല്ലേ? 18 കിട്ടുമോ? ഇല്ല. 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുമോ? കിട്ടും അല്ലേ? 6 3 18 ആണ്. ഇനി 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇവിടെ സാധ്യമായ നമ്പർ എന്ന് പറയുന്നത് 6ഉം 3ഉമാണ്. 6ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. 6നെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. അതായത് നമ്മളുടെ സംഖ്യ 6ഉം 3ഉമാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് മൈനസാണ് തന്നിരിക്കുന്നത്. മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ 6ഉം 3നെയും നമുക്ക് -6ഉം -3ഉമായിട്ട് എടുക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് -6ഉം -3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 6ഉം 3ഉം കൂടെ കൂട്ടുക 9, മൈനസിൻ്റെ ചിഹ്നം ഇടുക, -9 കിട്ടും. അതായത് -6നെയും -3നെയും കൂടെ കൂട്ടിയാൽ നമുക്ക് -9 കിട്ടും. ഇനി -6നെയും -3നെയും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 6 3 18 കിട്ടി. ഈ മൈനസിനെ മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ പ്ലസ് ആകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. -6ഉം -3ഉം കൂടെ കൂട്ടിയാൽ -9ആയി. -6നെ -3 കൊണ്ട് ഗുണിച്ചാൽ 18ആയി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഖ്യകൾ നമുക്ക് കിട്ടി -6ഉം -3ഉമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് എഴുതേണ്ടത് നമുക്ക്. ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് x-6 ആയിരിക്കും. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് x-3 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 സംഖ്യകളുടെ പ്രോഡക്റ്റായിട്ട് നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി വേണമെങ്കിൽ ഇതിന് മുൻപ് നമുക്ക് വേറെ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ എഴുതാം. അതായത് -6 കിട്ടുവാനായിട്ട്, അതായത് ഈ -6ഉം അതായത് -9 കിട്ടുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? -6 + -3, -6 + -3 നമുക്ക് -9 കിട്ടി. ഇനി നമുക്ക് ഈ -6നെ -3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 18 കിട്ടി. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് മുന്നേ നമുക്ക് ഈ 2 സ്റ്റെപ്പുകൾ എഴുതാം. -6 + -3 -9, -6 × -3 18. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം x-6 × x-3. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. എന്താണ്? x² - 12x - 32. ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ 12 കിട്ടണം, ഗുണിക്കുമ്പോൾ 32 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ മൈനസ് ചിഹ്നം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൈനസ് ചിഹ്നം ഇടാം. 12 കിട്ടുവാനായിട്ട് എന്ത് ചെയ്യണം? 11 + 1 12 ആണ്. 10 + 2 12 ആണ്. 9 + 3 12 ആണ്. ആണോ? 8 + 4 12 ആണ്. 7 + 5 12 ആണ്. 6 + 6 12 ആണ്. ഓക്കെ, ഇത്രയും 12 കിട്ടുവാനായിട്ട് ഇത്രയും സാധ്യതകൾ നമുക്കുണ്ട്. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 12 കിട്ടിയാൽ മാത്രം പോരാ, ഗുണിക്കുമ്പോൾ 32 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 കിട്ടണം. നോക്കുക, 11നെ 1 കൊണ്ട് ഗുണിച്ചാൽ 32 കിട്ടുമോ? ഇല്ല. 10നെ 2 കൊണ്ട് ഗുണിച്ചാൽ 32 കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? x-8 × x-4 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്കിനി 2 ക്വസ്റ്റ്യൻ കൂടെ ഇതേപോലെ നോക്കാം. ഞാൻ ആ പേപ്പർ ഒന്ന് എടുത്തോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? x² + 4x - 281. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവയെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റായിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ രീതിയിൽ ഈ 4നെ നമ്മൾ 1+3 അല്ലെങ്കിൽ 2+2 ഈ രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഈ തന്നിരിക്കുന്ന 221 വലിയ ഒരു നമ്പറാണ്. അതുകൊണ്ട് നമ്മളിതിന് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ്? നമുക്കൊരു ഫോർമുലയുണ്ട്. ഈ ഫോർമുല നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കണം. a - b² = a + b² -4ab. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. എന്താണ്? a - b² = a + b² -4ab. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. a - b² = a + b² അല്ലേ? ഇവിടെ a + b എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള നമ്പറല്ലേ? a + b എന്ന് പറയുന്നത് 4ആണ്. ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് 4ൻ്റെ സ്ക്വയർഡ് മൈനസ്, ഈ മൈനസ് എഴുതി, ഈ 4 എഴുതി, ഇൻറ്റു 4 × ab അല്ലേ? ഇനി ab എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റാണ്. അത് -221 അപ്പോൾ 4 × -221 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16ആണ്. ഈ മൈനസും കൂടെ വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. 221നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4, 8, 8. നമുക്ക് 884 എന്ന് കിട്ടും. a - b² അതായത് a - b² = 16 884 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 900 കിട്ടും. അത്ര ഓക്കെ ആണല്ലോ? അപ്പോൾ a - b² 900 ആണെങ്കിൽ a - b കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 900ൻ്റെ വർഗ്ഗമൂലം കണ്ടാൽ പോരെ. 900ൻ്റെ വർഗ്ഗമൂലം നിങ്ങൾക്കറിയാം. ഇത് കാണാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? 9ൻ്റെ വർഗ്ഗമൂലം 3ആണ്. ഇവിടെ സ്ക്വയർ ഉള്ളത് 2 0 ഉള്ളതുകൊണ്ട് ഇത് പുറത്ത് വരുമ്പോൾ 1 0 ആവും. അതായത് 900ൻ്റെ വർഗ്ഗമൂലം 30ആണ്. അത് a - b നമുക്ക് 30 എന്ന് കിട്ടി. അത്രയും ഓക്കെ ആണല്ലോ? ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ പഠിക്കണം. പിന്നെ a - b² വിലകൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ കൂടെ ഉള്ള നമ്പറാണ് a + b എന്ന് മനസ്സിലാക്കണം. ഈ നമ്പർ മാത്രം എക്സ് ഇല്ലാതെ തന്നിരിക്കുന്ന നമ്പറാണ് ab എന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a - b 30 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളിവിടെ ആദ്യം എന്താണ്? a + b. ഇതാണ് a + b. a + b 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്കതിവിടെ എഴുതാം. കണ്ടോ? a + b = 4. അതായത് എക്സിൻ്റെ കൂടെ ഉള്ള നമ്പർ a + b ആണ്. അത് ഓർത്ത് വെക്കണം. a + b 4 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ a - b നമുക്ക് കിട്ടി 30. അത് നമുക്ക് എഴുതാം. a - b = 30. അത്രയും ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചെയ്യുക? ഇവ രണ്ടും കൂടെ നമ്മൾ കൂട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എയും കൂടെ കൂട്ടുമ്പോൾ 2a എന്ന് കിട്ടും. ഈ പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടുമ്പോൾ 0ആണ്. ഒന്ന് ഓർത്ത് വെക്കണം. പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എയും കൂടെ കൂട്ടിയാൽ 2a എന്ന് കിട്ടും. പ്ലസ് ബി മൈനസ് ബി ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 0ആണ് കിട്ടുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. പ്ലസ് ബി മൈനസ് ബി തമ്മിൽ കൂട്ടുമ്പോൾ സെയിം നമ്പറാണ്. ഇവിടെ ബി സെയിം ആണ്. പ്ലസും മൈനസും കൂടെ വന്ന് അത് കൂട്ടിക്കഴിഞ്ഞാൽ 0ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. 4 30 കൂടെ കൂട്ടിയാൽ 34 കിട്ടി. അതായത് 2a + 0 എന്ന് പറയുന്നത് 2a ആണ്. 2a എന്ന് പറയുന്നത് 34 ആണ്. അങ്ങനെയാണെങ്കിൽ a കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി? 34 മുകളിൽ എഴുതുക, ഈ 2 താഴെ എഴുതുക, ഡിവൈഡ് ചെയ്യുക. നമുക്ക് 17 എന്ന് കിട്ടി.
എയുടെ വാല്യൂ 17 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. നമുക്കിനി ബിയുടെ വാല്യൂ കാണാൻ പോയിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. എ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 30. നമ്മൾ നേരെ പ്ലസ് അല്ലേ ചെയ്തത്, ഇവിടെ മൈനസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എയിൽ നിന്ന് എ പോയാൽ 0 അല്ലേ. ഇനി പ്ലസ് ബിയിൽ നിന്ന് മൈനസ് ബി കുറച്ച് കഴിഞ്ഞാൽ, അതായത് പ്ലസ് ബിയിൽ നിന്നും മൈനസ് ബി കുറയ്ക്കുക എന്ന് വെച്ചാൽ ഈ ബിയും ബിയും കൂടെ കൂട്ടുക എന്നാണ് അർത്ഥം. നമുക്ക് 2b എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെയാണ് മിക്കവാറും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഒരു പ്ലസ്സും ഒരു മൈനസും വന്ന് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുവാനാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് രണ്ടും കൂടെ കൂട്ടുക 2b എന്ന് കിട്ടും. 4ൽ നിന്ന് 30 കുറക്കാൻ പറ്റത്തില്ല. നമ്മൾ 30ൽ നിന്ന് 4 കുറക്കും. 30ൽ നിന്ന് 4 കുറക്കുമ്പോൾ നമുക്ക് 26. പിന്നെ ചെറുതിൽ നിന്ന് വലുത് കുറക്കുന്നത് കൊണ്ട് മൈനസ് ചിഹ്നം ഇടണം. ഇപ്പോൾ 4ൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് -26 ഇടുന്നത്. മൈനസ് ചിഹ്നമൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. 0 + 2b എന്ന് പറയുന്നത് 2b തന്നെയാണ്, അത് -26. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് -26/2 നമുക്ക് 13 എന്ന് കിട്ടും. മൈനസ് നമുക്ക് എയുടെ വില കിട്ടി, ബിയുടെ വില കിട്ടി അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 17 പ്ലസ് ഇത് -13 അല്ലേ. ഇനി എ ഇൻറ്റു ബി നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 17 × 13 അല്ലേ. ഈ രണ്ട് നമ്പറുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് 17ൽ നിന്നും 13 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായി 4, ഈ 4 കിട്ടി. അതൊക്കെയാണല്ലോ. ഇനി എന്താണ് ഈ 17ഉം -3 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 221 കിട്ടും. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ഇതൊക്കെ എന്താ ചെയ്യുക? നമുക്ക് എഴുതാം എക്സ് പ്ലസ് ആദ്യത്തെ നമ്പർ എന്താണ് 17 അപ്പോൾ എക്സ് പ്ലസ് 17 എന്ന് എഴുതാം. ഒന്നാമത്തെ നമ്പർ എക്സ് പ്ലസ് 17 ഞാൻ വെട്ടി ഇവിടെ എഴുതാം. എക്സ് പ്ലസ് 17 ഇൻറ്റു രണ്ടാമത്തെ -13 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 13. ഇതാണ് നമ്മുടെ ആൻസർ. ഒരല്പം പണിയുണ്ട് അല്ലേ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ സിമ്പിളല്ല. കാര്യം വലിയ നമ്പറുകളൊക്കെ തരുമ്പോൾ ഇതേ രീതിയിൽ ചെയ്യണം. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് തൽക്കാലം നിർത്താം. ഒന്ന് എടുത്തോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വെച്ചിരിക്കുന്നത്. x² + x - 156. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം എന്ത് ചെയ്യും? a + b ² എന്ന് പറയുന്നത് നമുക്ക് a - b ² എന്ന് പറയുന്നത് എന്തായിരുന്നു? a + b ² -4 × ab. ഇതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് പഠിച്ചു വെക്കണം. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. a - b ² ഇവിടെ a + b എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എക്സ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു എക്സ് എന്നാണ് അല്ലേ. അപ്പോൾ a + b എന്ന് പറയുന്നത് 1. അപ്പോൾ നമുക്ക് 1² എന്ന് എഴുതാം. -4 × ab എന്ന് പറയുന്നത് എത്രയാണ്? 156. അപ്പോൾ 4 × 156. ഓക്കെ ആണല്ലോ. 1² എന്ന് പറയുന്നത് 1 തന്നെയാണ്. മൈനസും കൂടെ ഗുണിക്കുമ്പോൾ പ്ലസ് കിട്ടും. 156 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 156 × 4 6 4 24 4 2 4 20 22 2 4 2 6. അതായത് 624 എന്ന് കിട്ടും. അതായത് 625. ക്ലിയർ ആണല്ലോ. നമുക്ക് എന്താണ് കിട്ടിയത്? a - b ² എന്ന് പറയുന്നത് 625 കിട്ടി. അങ്ങനെയാണെങ്കിൽ a - b കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? സ്ക്വയറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ മാറ്റുമ്പോൾ നമ്മൾ ഈ 625ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. 625ൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്കറിയാം, അത് 25. അപ്പോൾ നമുക്ക് a - b കിട്ടി. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് ചെയ്യുക? ആദ്യം നമ്മൾ a + b ഓർക്കുന്നുണ്ടല്ലോ.
ആദ്യത്തെ സ്റ്റെപ്പ് എ പ്ലസ് ബി എന്നുള്ള ഇവിടെ 1 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി എന്ന് പറയുന്നത് 1 ആണ്. അതായത് എക്സിൻ്റെ കൂടെ ഉള്ള നമ്പറാണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബി 1 ആണ്. സോറി, -1 അല്ല, 1 ആണ്. ഇവിടെ എ മൈനസ് ബി എത്രയാണ്? എ മൈനസ് ബി എന്ന് പറയുന്നത് 25 ആണ്. അത്രയും ഓക്കെ ആണല്ലോ. ഇത് തമ്മിൽ കൂട്ടുക, എയും എയും കൂടെ കൂട്ടുമ്പോൾ 2a കിട്ടും. പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടുമ്പോൾ 0 ആയിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. 1ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ 26 കിട്ടും. അതായത് 2a എന്ന് പറയുന്നത് 26 ആണ്. എ കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി, 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 13 കിട്ടും. എ കിട്ടി. ഇനി നമുക്കറിയാം ബി കാണുവാനായിട്ട് എന്താ ചെയ്യുക, നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. എന്താണ്? എ പ്ലസ് ബി സമം 1, എ മൈനസ് ബി സമം 25. നമുക്കിനി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എയിൽ നിന്ന് എ കുറയ്ക്കുമ്പോൾ 0, പ്ലസ് ബിയിൽ നിന്ന് നേരത്തെ പറഞ്ഞാണ് പ്ലസ് ബിയിൽ നിന്ന് മൈനസ് ബി കുറയ്ക്കുമ്പോൾ അത് 2b ആയിട്ട് മാറും. പ്ലസ് 2b ആണ്. 1ൽ നിന്ന് 25 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം 25ൽ നിന്ന് 1 കുറക്കും, 24 എഴുതും, മൈനസ് ചിഹ്നം വിടും. അതായത് 2b സമം -24 എന്ന് കിട്ടി. അതായത് ബി എന്ന് പറയുന്നത് -24/2 നമുക്ക് -12 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ എയുടെ വില 13 കിട്ടി, ബിയുടെ വില -12 കിട്ടി. അങ്ങനെ നോക്കി എങ്ങനെ എഴുതാം, ഈ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 13 അതാണ് 1. രണ്ടാമത്തത് എക്സ് -12. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. പിന്നെ ഇത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.